മനോരമയുടെ അവസാനത്തെ അഭിപ്രായ സർവേ ഫലം പുറത്തു വന്നതോടെ സതീഷിനും കൂട്ടർക്കും ഹാലടക്കം കൂടി. തൻ്റെ പച്ച നുണകൾ കേട്ട് വായും പൊളിച്ചിരിക്കാൻ സ്വന്തം അണികൾക്ക് പോലും താല്പര്യമില്ലാതായതോടെ സതീശൻ പതുക്കെ തൻ്റെ വിശ്വരൂപം, അതായത് തനിക്കുണം പുറത്തു കാണിക്കാൻ തുടങ്ങി. വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, ഒരു നാടിന്റെ ഘടന സംസാരിക്കായിരുന്നേ സംസാരിക്കാതിരിക്കേ മിണ്ടരുത് ഇവിടെ സതീഷിനെ ചൊടിപ്പിച്ച് മനോരമയുടെ സർവേ ഫലം കൂടിയാണ്. ഏത് മനോരമയുടെ? കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ മാമൻ മാപ്പിളയുടെ മനോരമ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നും കഷ്ടിച്ച് രക്ഷപ്പെടുമെന്നും മനോരമ പ്രവചിച്ച ഇടത് സ്ഥാനാർത്ഥികളിൽ പലരും അന്ന് ജയിച്ചത് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണെന്ന് നാം ഓർക്കണം. ആ മനോരമ പോലും ഇപ്പോൾ പറയുന്നു ഇടത് സർക്കാർ തുടരുമെന്ന്. 44.7% പേരും ഇടത് സർക്കാർ തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന്. ഇത് കഴിഞ്ഞ ആഴ്ചകൾ എങ്ങനെയായിരുന്നു നോക്കാം. കഴിഞ്ഞ ആഴ്ച ആദ്യത്തെ ആഴ്ച 40.3% പേർക്ക് സർക്കാർ തുടരണം എന്ന അഭിപ്രായം ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ആഴ്ചയപ്പോഴേക്കും അത് വീണ്ടും കുറഞ്ഞ് 38.8%. പക്ഷേ ഇപ്പോൾ ഫെബ്രുവരി 3-ാമത്തെ ആഴ്ച നമുക്ക് കിട്ടുന്ന ഉത്തരം 44.7% പേർ ഇടത് സർക്കാർ തുടരണം എന്ന് അഭിപ്രായപ്പെടുന്നു എന്നാണ്. മാറണം എന്ന് പറഞ്ഞവരുടെ നിലപാടും ഇതുപോലെ. ആദ്യം 53.7% അത് രണ്ടാമത്തെ ആഴ്ച 58% ഉയർന്നു. പക്ഷേ ഇപ്പോൾ മാറണം എന്ന് അഭിപ്രായപ്പെടുന്നത് 50.4% പേർ മാത്രമാണ്. ജയമോഹൻ 10 കൊല്ലമായി അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരിനോട് ഇത്രയും ആളുകൾ തുടരണം എന്ന് 44% പേർ തുടരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെ വോട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടതുപക്ഷം തുടരും എന്ന അവസ്ഥയിലേക്ക് വരും. എന്ന് വെച്ചാൽ മനോരമയുടെ കണക്ക് പ്രകാരം 44.7% വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടുമെന്ന്. ഇവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം ഓർക്കേണ്ടത്. 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ 91 സീറ്റുമായി ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ട് 43.14% മനോരമ ഇപ്പോൾ കണ്ടെത്തിയതിനേക്കാൾ കുറവാണ് അന്ന് ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ട്. എന്നാൽ 2021 അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കിട്ടിയത് 45.28% വോട്ടാണ്. അപ്പോൾ കിട്ടിയ സീറ്റോ 99. അങ്ങനെയാണെങ്കിൽ മനോരമ കണ്ടെത്തിയ അഭിപ്രായ സർവേ പ്രകാരം തന്നെ LDFന് ഇത്തവണ 94-95 സീറ്റ് കിട്ടാം. എന്നാൽ ഇതേ മനോരമ 2021 നടത്തിയ സർവേ പറഞ്ഞത് ഇടതുപക്ഷത്തിന് 77 സീറ്റ് മുതൽ 82 സീറ്റ് വരെ ലഭിക്കാമെന്നാണ്. കിട്ടിയതോ 99 സീറ്റ്. എന്നാൽ അന്ന് 59 സീറ്റ് വരെ കിട്ടുമെന്ന് പ്രവചിച്ച UDFന് കിട്ടിയത് വെറും 41 സീറ്റ് മാത്രം. അതേ മനോരമയുടെ കണക്കിൽ ഇപ്പോൾ പറയുന്ന പ്രകാരം ഇത്തവണ ഇടതുപക്ഷത്തിന് 94-95 സീറ്റുകൾ കിട്ടുമെന്നാണ്. എന്നാൽ സീറ്റിന്റെ കണക്ക് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മനോരമ ഇപ്പോൾ നടത്തിയ സർവേയിൽ അഭിപ്രായം രേഖപ്പെടുത്താത്തവർ 4.9% ഉണ്ട്. എത്ര? 4.9%, ഏകദേശം 5%. അവരിൽ 44% വോട്ട് ന്യായമായിട്ട് ഇടതുപക്ഷത്തിന് പ്രതീക്ഷിക്കാമല്ലോ. അതായത് 2.1% വോട്ട് അതുകൂടി ചേർത്താൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി 46.8% കൂടുതൽ വോട്ട്. എന്ന് വെച്ചാൽ 45.28% വോട്ട് നേടിയ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടിയെങ്കിൽ ഇത്തവണ അത് 110 കടക്കുമെന്നാണ് മനോരമയുടെ കണക്ക് തന്നെ സമ്മതിക്കുന്നത്. അതിലേറെ കൗതുകം ഇത് മനോരമയാണ് എന്നതാണ്. കാരണം കഴിഞ്ഞ തവണ മനോരമ മാക്സിമം 82 സീറ്റുകൾ പ്രവചിച്ചപ്പോൾ ഇടതുപക്ഷത്തിന് അന്ന് കിട്ടിയത് 99 സീറ്റുകളാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മനോരമയുടെ കണക്ക് പ്രകാരം തന്നെ ഇടതുപക്ഷം 110 കടക്കുമെങ്കിൽ ശരിക്കും ലഭിക്കാൻ പോകുന്ന സീറ്റ് എത്രയായിരിക്കും? കാത്തിരിക്കാം സതീശന്റെ വനവാസത്തിന് വേണ്ടി. അപ്പോഴും മറ്റൊരു സംശയം ചിലർക്കുണ്ടാകും. ഈ സർക്കാർ മാറണം എന്ന അഭിപ്രായമുള്ളവർ 50.4% ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെ ഇടതുപക്ഷം ജയിക്കും എന്നായിരിക്കും. മാറണം എന്ന അഭിപ്രായമുള്ളവർ UDFകാർ മാത്രമല്ല, സംഘപരിവാരങ്ങൾ കൂടിയാണ്. അതായത് ആ 50.4% വോട്ടുകൾ UDFും BJPയുടെ NDAയും വീതം വെക്കും. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജയിക്കാൻ എന്ത് നാറിയ കളികളും കളിക്കും സതീഷിനും കൂട്ടരും. ഗോൾവാൾക്കർ
പ്രവർത്തകരുടെ ചിത്രത്തിന് മുന്നിൽ താണു കൂണ് തിരി തെളിയിച്ചിട്ടും അതൊരു എളുപ്പമില്ലാതെ നിഷേധിച്ചവനാണ് സതീശൻ. അടിമുടി കാപട്യം നിറഞ്ഞ അയാളിൽ നിന്നും ഇനിയും പല നാറിയ കളികളും പ്രതീക്ഷിക്കാം. അധികാരമില്ലാത്ത 10 വർഷം പിന്നിട്ട ഈ അധമവർഗം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. സഖാക്കൾ കരുതിയിരിക്കണം. ഈ കോലീബിക്കാർക്കെതിരെ UDF ജയിച്ചില്ലെങ്കിൽ സതീശൻ വാക്കുപാലിക്കുമെന്നും വനവാസത്തിന് പോകുമെന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഇത്രയും മാറ്റിപ്പറഞ്ഞ അയാൾക്ക് ഇതുകൂടി മാറ്റി പറയാനാണോ പ്രയാസം? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് ഒരു ഉളുപ്പുമില്ലാതെ അയാൾ പറയും, ഉറപ്പ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.